മാമലശ്ശേരിയിലെ കുന്നിക്കിരുപറയുടെ ഐതിഹ്യം നിങ്ങൾക്ക് അറിയാമോ? മാമലശ്ശേരിയിലെ കുന്നിക്കിരുപറ സമർപ്പണം. മൂവാറ്റുപുഴ നദിയുടെ തീരത്ത് ശാന്തമായി സ്ഥിതി ചെയ്യുന്ന മാമലശ്ശേരി ക്ഷേത്രം. നൂറ്റാണ്ടുകളായി ഭക്തജനങ്ങൾക്ക് ആശ്രയമായ ഈ പുണ്യഭൂമിയിൽ മറ്റൊരിടത്തും കാണാത്ത ഒരു വിശേഷാൽ വഴിപാടുണ്ട്: ഹനുമാൻ സ്വാമിയുടെ തിരുനടയിലെ കുന്നിക്കിരുപറ സമർപ്പണം. ഈ സമർപ്പണത്തിനു പിന്നിൽ ഭഗവാന്റെ കാരുണ്യവും ഒരു നിഷ്കളങ്ക ഭക്തന്റെ വിശ്വാസവും വിളിച്ചോതുന്ന ഒരു ഐതിഹ്യമുണ്ട്. പണ്ടൊരിക്കൽ ശ്രീരാമസ്വാമിയുടെ പരമഭക്തനായ ഒരു ബാലൻ ഈ ക്ഷേത്രത്തിൽ ജീവിച്ചിരുന്നു. അവന്റെ ദിനചര്യ ഭഗവാനിൽ തുടങ്ങി ഭഗവാനിൽ അവസാനിക്കുന്നതായിരുന്നു. എല്ലാ ദിവസവും പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിവരുത്തി തന്റെ വീട്ടിലെ പശുവിനെ കറന്നു കിട്ടുന്ന പാൽ ഒരു കുടത്തിലാക്കി അവൻ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. ശ്രീരാമസ്വാമിയുടെ നിവേദ്യത്തിനുള്ള പാലായിരുന്നു അത്. ഭഗവാന് പാൽ സമർപ്പിച്ചു കഴിയുമ്പോൾ അവന്റെ മുഖത്ത് തെളിയുന്ന സംതൃപ്തി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. അങ്ങനെയൊരു ദിവസം പതിവുപോലെ ശ്രീരാമൻ പാൽ സമർപ്പിച്ച ശേഷം ബാലൻ ക്ഷേത്രത്തിന് വടക്കുഭാഗത്തുള്ള മൂവാറ്റുപുഴനദിയുടെ കരയിലേക്ക് നടന്നു. അവിടെയുള്ള കുതിക്കിരു മരച്ചുവട്ടിൽ വീണുകിടക്കുന്ന ചുവന്നു തുടുത്ത കുന്നിക്കിരു മണികൾ ശേഖരിക്കുക എന്നത് അവന്റെയൊരു വിനോദമായിരുന്നു. ഓരോ മണി പെറുക്കുമ്പോഴും അവന്റെ ചുണ്ടുകൾ ശ്രീരാമനാമം ജപിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. നദിക്കരയിലെ പായലിൽ ചവിട്ടി അവന്റെ കാൽ വഴുതി. നിയന്ത്രണം വിട്ട് അവൻ കുതിച്ചൊഴുകുന്ന ആറ്റിലേക്ക് വീണു. കുത്തൊഴുക്കിൽ മുങ്ങിത്താഴുന്നതിനിടയിൽ മരണഭയത്താൽ അവൻ സർവശക്തിയുമെടുത്ത് ഉറക്കെ വിളിച്ചു: ശ്രീരാമ, രക്ഷിക്കണേ! ആ വിളി കേട്ടത് ആറിനഭിമുഖമായി വടക്കോട്ട് ദൃഷ്ടി ഉറപ്പിച്ചിരുന്ന സാക്ഷാൽ ഹനുമാൻ സ്വാമിയായിരുന്നു. തന്റെ സ്വാമിയുടെ പ്രിയഭക്തന്റെ നിലവിളി കേട്ട നിമിഷം വായുപുത്രൻ വായുവേഗത്തിൽ കുതിച്ചെത്തി. നദിയിൽ മുങ്ങിത്താഴുകയായിരുന്ന ആ ബാലനെ തന്റെ ശക്തമായ കരങ്ങൾ കൊണ്ട് കോരിയെടുത്ത് സ്വാമി സുരക്ഷിതമായി കരയിലെത്തിച്ചു. ശ്വാസം വീണ്ടെടുത്ത് കണ്ണുതുറന്ന ബാലൻ തന്നെ രക്ഷിച്ചത് ആരാണെന്ന് നോക്കി. തന്റെ മുന്നിൽ നിൽക്കുന്ന തേജോരൂപിയെ കണ്ടമാത്രയിൽ അവന്റെ സർവ്വ അവശതകളും ഭയവും മാഞ്ഞുപോയി. അത് സാക്ഷാൽ ആഞ്ജനേയ സ്വാമിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ കുഞ്ഞുഹൃദയം ഭക്തികൊണ്ടും അത്ഭുതം കൊണ്ടും നിറഞ്ഞു. അവൻ മറ്റൊന്നും ചിന്തിച്ചില്ല, ആ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. എഴുന്നേറ്റപ്പോൾ അവൻ തന്റെ അരയിൽ ഭദ്രമായി കെട്ടിവച്ചിരുന്ന കുന്നിക്കിരുവിന്റെ കാര്യം ഓർത്തു. തന്റെ ജീവൻ രക്ഷിച്ച ഭഗവാന് എന്തു നൽകും എന്നറിയാതെ നിന്ന അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ കുന്നിക്കിരുമണികൾ മുഴുവൻ ഭക്തിയോടെ ആ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു. കണ്ണുകൾ അടച്ച് അവൻ ഹനുമൽനാമം ജപിച്ചു. ബാലന്റെ നിഷ്കളങ്കമായ ഭക്തിയിൽ ഹനുമാൻ സ്വാമി പൂർണ്ണപ്രസന്നനായി. വാത്സല്യത്തോടെ ഭഗവാൻ അവനോട് അരുൾ ചെയ്തു: കുഞ്ഞേ, എന്റെ സ്വാമിയായ ശ്രീരാമൻ നീ നിത്യവും പാൽ സമർപ്പിക്കുന്നു. ഇന്ന് നിന്റെ നിഷ്കളങ്ക ഭക്തിയുടെ പ്രതീകമായി ഈ മഞ്ചാടികൾ എനിക്കും നൽകി. ഇതിൽ ഞാൻ പൂർണ്ണ സംപ്രീതനാണ്. ഈ തിരുനടയിൽ എന്നെ പ്രസാദിപ്പിക്കാൻ ഇതിനപ്പുറം മറ്റൊരു സമർപ്പണം ഇനി ഉണ്ടാകുകയുമില്ല. ഇത്രയും പറഞ്ഞ് അനുഗ്രഹിച്ച് ഭഗവാൻ മറഞ്ഞു. അന്നുമുതലാണ് മാമലശ്ശേരി ക്ഷേത്രത്തിൽ ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ഭക്തജനങ്ങൾ ശ്രീരാമസ്വാമിക്ക് കുടം പാൽ നിവേദ്യം സമർപ്പിച്ച ശേഷം ഹനുമാൻ സ്വാമിക്ക് കുന്നിക്കിരുപറ സമർപ്പിച്ചു തുടങ്ങിയത്. ഒരു ബാലന്റെ നിഷ്കളങ്കമായ ഭക്തിയിൽ തുടങ്ങിയ ആ സമർപ്പണം ഇന്നും ആയിരക്കണക്കിന് ഭക്തരുടെ അഭയമായി ആഗ്രഹസാഫല്യത്തിനുള്ള പുണ്യവഴിപാടായി തുടരുന്നു.